Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ലോഗുമായിട്ടാണ്. ഒരു വെഡ്ഡിംഗ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോണതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ തലേ ദിവസം കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കേക്കുകളും 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഓരോന്നും രണ്ടെണ്ണം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 2 പ്രാവശ്യങ്ങളായിട്ടാണ് കേട്ടോ. ഒരേ ടിൻ സൈസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഉള്ള കേക്ക് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 7 kg ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ രാത്രി ക്രം കോട്ടിങ് മാത്രമേ ചെയ്യണുള്ളൂ. പിറ്റേ ദിവസമാണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. പിറ്റേ ദിവസം റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ് പ്രോഗ്രാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അന്നത്തെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഐസിങ് ഒന്നും നടക്കില്ല. അപ്പോൾ മോർണിംഗിൽ നേരത്തെ എണീറ്റിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ക്രം കോട്ടിങ് ഇവിടെ ചെയ്യണുണ്ട്. അപ്പോൾ ഈ കേക്കിൽ 7 kg ആയതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തായിട്ട് 10 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 8 ഇഞ്ചും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 6 ഇഞ്ചും പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് 4 ഇഞ്ചിലുമാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഐസിങ് ചെയ്യുകയാണ്. അപ്പോൾ 4 ഇഞ്ചിലുള്ള കേക്ക് ഇപ്പോൾ ഇവിടെ ഐസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ചിലുള്ള കേക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. മറ്റുള്ള കേക്കുകളെല്ലാം 2 പ്രാവശ്യങ്ങളായിട്ട് സെയിം ബേക്കിംഗ് ടിന്നിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കേക്കിൻ്റെ താഴെ ഭാഗത്ത് ഉള്ള ലെയർ വന്നിട്ടുള്ളത് 10 ഇഞ്ചിലാണ്. അപ്പോൾ അത് 4 kg ആണ് താഴത്തെ കേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 1.5 കിലോയിൽ 8 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 1 kg 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 1/2 kg ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. ഓക്കെ, ഫോൺ ബാഗിനകത്തേക്ക് ഇട്ടിട്ട് താഴെ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയ സൗണ്ട്. അപ്പോൾ രാവിലെ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ നടക്കണവിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അപ്പോൾ അവൾ ഇതായിട്ടൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ 50 പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു 3 പേരെയാണ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ആണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇതിന് ഒരു 1.25 മണിക്കൂറാണ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കഴിവുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. ചിലവർക്ക് സ്ലോലി ആയിട്ടാണ്. അപ്പോൾ അവരുടെ കൈകളൊന്നും ചിലതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. എന്നാലും മാഷാഅല്ലാഹ് ഒരുപാട് പേര് നല്ല നീറ്റായിട്ടും അതുപോലെ ഫിനിഷിങ്ങിലും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കഴിവുള്ളവരുണ്ട്. ചെറിയ മക്കളടക്കം നല്ല കഴിവുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെഹന്തി കോമ്പറ്റീഷൻ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ തിരൂർ പട്ടർക്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ഡോട്ട് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓഫേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോഴേക്കും വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യലും അതുപോലെ പുറത്ത് പോകലും എല്ലാം തനിച്ചാണ് കേട്ടോ. മറ്റേത് എപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോവാറുള്ളത്. കേക്ക് സെറ്റ് ചെയ്യാനാണെങ്കിലും ഡെലിവറി ആണെങ്കിലും എല്ലാം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ ഡെലിവറി കാര്യങ്ങളൊന്നും അവരെ ഒന്നിനും അങ്ങനെ കിട്ടണില്ല. വല്ലപ്പോഴും കിട്ടാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇതുപോലെ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ടൂൾസ് എല്ലാം ഈ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു സ്റ്റിക്ക് കൂടി ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. വലിയ ഡബിൾസാണ് കേട്ടോ. പിന്നെ നോർമലായിട്ടുള്ള ഡബിൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണയുള്ള ഡബിൾസ്. പക്ഷേ അതിനേക്കാളും ഒരുപാട് ഹൈറ്റിലാണ് ഈ വലിയ സ്റ്റിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ടോയ്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ആ വലിയ സ്റ്റിക്ക്.
എന്നിട്ടെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ എനിക്ക് പേടിക്കും മോനെ കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് കൂടുതലൊരു ടെൻഷനാണ്. കാരണം നമുക്ക് പോയി അങ്ങനെ ശീലമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓട്ടോയിൽ ഞങ്ങളെ നൈബറാണ്, പിന്നെ അതുപോലെ ഞങ്ങൾ കൂടുതൽ പരിചയമുള്ള ഒരു ഡ്രൈവർ കൂടിയാണ് കേട്ടോ. അപ്പോൾ അവർ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും എടുത്തു വെക്കാനും. അതുപോലെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണ സമയത്തൊക്കെ അവർ ചെയ്യണ വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടി. ഡ്രസ്സിങ് റൂം AC ഉണ്ടായിരുന്നു. അപ്പോൾ ആ AC വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ വലിയ കേക്കുകളൊക്കെ ഓർഡർ എടുക്കുന്ന സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് AC ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ചിലവരൊക്കെ വലിയ കേക്കുകളൊക്കെ ഓർഡർ ചെയ്യും, പക്ഷേ AC ഉണ്ടാവില്ല, ചൂടായിരിക്കും. ആ ചൂടിൽ കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും അത് താഴത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫോണ്ടൻ വർക്ക് ചെയ്തിരുന്ന കേക്കുകളൊക്കെ ആണെങ്കിലൊക്കെ AC നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് പോലും കേക്കിന് ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ വെയിൽ കൊണ്ടിട്ടുള്ള കേക്കാണ്, പക്ഷേ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള ഓർഡറാണ്. അവളെ പേര് ഫർസു എന്നാണ്. അപ്പോൾ അവർക്കൊരു ചാനലുണ്ട്, ഫർസു ഹൈദർ വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. കേക്ക് ഫിറോസാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. അന്ന് വീഡിയോയിൽ കണ്ടിരുന്ന നോക്കട്ടെ ഇതിൽ എല്ലാ കല്യാണത്തിനും. അപ്പോൾ കേക്ക് ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് റഫായിട്ടുള്ള ഫോണ്ടൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, RS എന്നുള്ളതും പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ആണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഫുൾ കേക്കാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഡമ്മിയാണ് താഴെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഫുൾ കേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 7 kg ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കൽ ഇങ്ങനെ ഒരു ചെയ്ത് കൊടുക്കാമെന്നുള്ളത് വന്നത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. അവർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരില്ലാതെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതും ഒറ്റയ്ക്ക് പോയിട്ട് കേട്ടോ. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നു. ഈദ് കഴിഞ്ഞ ഉടനെയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും AC വണ്ടിയിലാണ് കൊണ്ടുപോകാറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മാഷാഅല്ലാഹ് ക്രീം മെൽട്ടാവുകയോ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും വന്നിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. നമുക്ക് എപ്പോഴും നമ്മളെ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളോ ബാക്കി ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇല്ലാതൊരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷനാണ് കേട്ടോ. ഉള്ളിലൊരു പിടച്ചിലാണ്, എങ്ങനെ വരിക, ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അപ്പോൾ അത് ഇങ്ങനെ ഓരോ അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടിയപ്പോൾ ഞാൻ അത് ചെയ്തു കൊടുത്തു. ഇപ്പോൾ ചില ഡെലിവറി എല്ലാം ഇതുപോലെ ഓട്ടോയിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഓട്ടോയിലാണെങ്കിൽ നമ്മൾ സേഫായിട്ട് തന്നെ കേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്